ഈശോ മിശിഹായ്ക്കും സ്തുതി. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാലയെക്കുറിച്ചാണ്. ഈ പ്രാർത്ഥന ചൊല്ലേണ്ട സമയം ഉച്ചയ്ക്ക് 3 മണി സമയവും പുലർച്ചെ 3 മണി സമയത്തുമാണ് ചൊല്ലുന്നത് നല്ലത്. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതാണ്. പ്രാർത്ഥന. ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്ദമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവെ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് യോഗ്യരാക്കുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്നായ എന്ന് പറയുന്നിടത്ത്, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങൾ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ഒരു പ്രാവശ്യം ചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നിടത്ത്, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. 7 പ്രാവശ്യം ഇത് നമുക്ക് ചൊല്ലാൻ കഴിയണം. അതുപോലെ തന്നെ ഒരു കൊന്തയായിട്ട് നമ്മളിത് സമർപ്പിക്കുകയും വേണം. അതിനുശേഷം, ഓ മറിയമേ, വ്യാകുലവും കാരുണ്യവും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകൾ അങ്ങയുടെ പ്രാർത്ഥനയോടെ ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മുടെ ആവശ്യം എടുത്തു പറയുക. അങ്ങയുടെ പുത്രനിൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണുനീരിലാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മാതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.